സിനിമ കാണുമ്പോൾ എല്ലാ പ്രാവശ്യം ക്രെഡിറ്റ്സിൽ കാണുന്ന ഒരു ടൈറ്റിൽ ഉണ്ട്, സ്പോട്ട് എഡിറ്റർ. ഇതെന്താണെന്ന് എപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത് മെയിൻ എഡിറ്റർ ആയിട്ട് എന്താണ് വ്യത്യാസം എന്ന് എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? വെൽക്കം ടു സെല്ലുലോയിഡ് റാങ്കിങ്സ്. മൈ നെയിം ഇസ് ആനന്ദ് ആൻഡ് ലെറ്റ്സ് ബിഗിൻ. ഈ അടുത്ത് ഒരു സിനിമയിൽ അസിസ്റ്റന്റ് സ്പോട്ട് എഡിറ്റർ ആയിട്ട് പോകാനുള്ള ചാൻസ് എനിക്ക് കിട്ടി. ഓൾമോസ്റ്റ് 20 ഡേയ്സ് ഓൺ എ ഫിലിം സെറ്റ് ആൻഡ് ഇറ്റ് വാസ് അമേസിംഗ്. പേരിൽ പറയുന്നത് പോലെ സ്പോട്ടിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന എഡിറ്റർ തന്നെയാണ് സ്പോട്ട് എഡിറ്റർ എന്ന് പറയുക. പക്ഷേ അതിൻ്റെ വർക്കിംഗ് കാണാൻ ഭയങ്കര രസമാണ്. ക്യാമറയിൽ നിന്നൊരു കേബിൾ ഒരു വയർലെസ് വീഡിയോ ട്രാൻസ്മിറ്ററിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. ഈ വീഡിയോ ട്രാൻസ്മിറ്ററിൻ്റെ റിസീവർ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാകും. മോണിറ്ററിന്റെ പിന്നിൽ നിന്നൊരു കേബിൾ ഒരു ക്യാപ്ചർ ഡിവൈസിലേക്ക് കണക്റ്റഡ് ആവുന്നു. ആൻഡ് ഈ ക്യാപ്ചർ ഡിവൈസ് ആണ് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇത് ക്യാപ്ചർ ചെയ്യാൻ ബ്ലാക്ക് മാജിക്കിന്റെ മീഡിയ എക്സ്പ്രസ് എന്ന് പറഞ്ഞ പ്രത്യേക സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്. ആൻഡ് പൊതുവെ മാക് ബുക്സ് ആണ് സ്റ്റാൻഡേർഡ്. വിൻഡോസ് വെച്ച് ടെക്നിക്കലി ക്യാപ്ചർ ചെയ്യാം എന്നാണ് പറയുന്നതെങ്കിലും അങ്ങനെ യൂസ് ചെയ്തോ പറഞ്ഞോ കേട്ടിട്ടില്ല. സ്പോട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് സിനിമയ്ക്ക്. അതിൽ ഒരെണ്ണമാണ് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. സിനിമയിൽ എപ്പോഴും ഒരു എ ഡി കണ്ടിന്യൂറ്റിക്ക് ഇൻചാർജ് ആയിട്ടുണ്ടാവും. ഇൻ കേസ് ആ എ ഡിക്ക് മിസ്സാവുകയാണെങ്കിൽ അവിടെയുള്ള ഫെയിൽ സേഫ് കൂടിയാണ് സ്പോട്ട് എഡിറ്റർ. ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് അതിന് മുന്നത്തെ ഷോട്ടും അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഷോട്ട് ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ അതും റെഫറൻസ് നോക്കി കണ്ടിന്യൂറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത് സ്പോട്ട് എഡിറ്ററിയും കൂടി ഉത്തരവാദിത്തമാണ്. കാരണം മെയിൻ എഡിറ്റർക്ക് ഷൂട്ട് കഴിഞ്ഞ് ഈ ഫുട്ടേജുകളൊക്കെ കിട്ടി കണ്ടിന്യൂറ്റി എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. സീൻ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു റഫ് കട്ട് റെഡി ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഷോട്ടുകൾ വേണമെങ്കിൽ അത് എടുക്കാനുള്ളൊരു അവസരം കൂടിയാണ്. ഇത് ഡയറക്ടർ നേരിട്ടോ അതോ സ്പോട്ട് എഡിറ്റർ ഡയറക്ഷൻ ടീമിനോട് സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. സ്പോട്ട് എഡിറ്റേഴ്സ് ആർ ഫാസ്റ്റ്, ലൈക്ക് ലൈറ്റ്നിങ് ഫാസ്റ്റ്. സീൻ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും എഡിറ്റ് ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി കാണണം എന്നുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര സ്പീഡാണ്. 2 ഷോട്ടുകൾ എടുക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയത്ത് മാത്രമല്ല അവർ എഡിറ്റ് ചെയ്യുക. ഒരു ഷോട്ട് ക്യാപ്ചർ ചെയ്യാനിട്ടിട്ട് അത് കട്ട് വിളിക്കുന്നതിന് മുമ്പുള്ള സമയത്ത് ബാക്കിയുള്ളതൊക്കെ കൂടി എഡിറ്റ് ചെയ്തിട്ട് ഇത് കട്ട് വിളിക്കുമ്പോൾ ആ ക്യാപ്ചർ നിർത്തിയിട്ട് പുതിയ ഫുട്ടേജ് ഇമ്പോർട്ട് ചെയ്തിട്ട് പിന്നെയും എഡിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവരുടെ റിയാക്ഷൻ ടൈമിങ്സ് എന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡാണ്. സിനിമയുടെ ഫുള്ള് ഷൂട്ട് കഴിഞ്ഞിട്ട് എല്ലാ സീനും കൂടി ഒരുമിച്ചിട്ട് ഡയറക്ടറൊപ്പം ഇരുന്നിട്ട് പിന്നെയും വർക്ക് ചെയ്യും ഇവർ പലപ്പോഴും. ഓവറോൾ ഒരു സിനിമയുടെ ഔട്ട്പുട്ടിനെ ഭയങ്കരമായി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഇൻ എ വേ ഡയറക്ഷൻ ടീമിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൂടിയാണ് സ്പോട്ട് എഡിറ്റർ. സോ സെൻഡ് ദിസ് ടു യുവർ സ്പോട്ട് എഡിറ്റർ ഫ്രണ്ട്സ് ആൻഡ് ലെറ്റ് ദം നോ ദാറ്റ് ദേ ആർ അപ്രിഷിയേറ്റഡ്. സീ യു നെക്സ്റ്റ് ടൈം.